ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തേത് അടിപൊളിയൊരു റെസിപ്പി വീഡിയോ ആണ്. നല്ല നാടൻ സ്റ്റൈലിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ചൂരക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ദാ ഈ ഒരു സൈസിലുള്ള ചൂര കിട്ടിയിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മുറിച്ച് വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുക്കാം. മീനെല്ലാം മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് 3 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. കൂടെ തന്നെ 4 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി തീരെ എരിവില്ലാത്ത പൊടിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1/2 സ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് ഈ പൊടികളെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കണം. ഈ ഒരു പരുവാവുന്നിടം വരെ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. ഇത്രയും മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ബാക്കി നമുക്ക് പുറത്ത് അടുപ്പിലാണ് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. 2.5 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഈ ഒരളവിൽ ചെറിയൊരു പീസ് കായം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ തക്കാളി കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയെല്ലാം ഇവിടെ വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു പച്ചമുളക് മുറിച്ചതും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഒപ്പം ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ ഇഞ്ചിയുടെയൊക്കെ പച്ച മണം ഒന്ന് മാറിക്കിട്ടണം. ഇനി നമുക്കിതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ശേഷം നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ച പൊടികളുണ്ടല്ലോ, ആ പൊടികൾ ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 3 കഷ്ണം കുടംപുളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും പുളിയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലൊരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. കറിക്ക് ഫുള്ളായിട്ട് വേണ്ട വെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. 1/2 കപ്പ് മാത്രം ചേർത്ത് കട്ടയൊന്നും കുത്താതെ നന്നായിട്ട് അരപ്പൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ മറന്നു പോയിരുന്നു. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ വഴറ്റുന്ന സമയത്ത് തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത ശേഷം ഈ അരപ്പൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അരപ്പ് ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കഴുകി മാറ്റി വെച്ച മീൻ ചേർത്ത് കൊടുക്കാം. മീനെല്ലാം ചേർത്ത് കൊടുത്തിട്ട് അരപ്പിലേക്ക് മീൻ പിടിക്കുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മീൻ ഉടഞ്ഞു പോവരുത്. ഇതൊന്ന് മൂടി വയ്ക്കാം. 2 മിനിറ്റിന് ശേഷം തുറന്നിട്ട് നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണമല്ലോ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച ശേഷം ഒരു 10 മിനിറ്റ് കൂടി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. കറിയെല്ലാം നല്ല സെറ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല മീനൊക്കെ നല്ല വെന്തിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചൂരക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തുനിന്ന് ഇനി ഇറക്കി വെക്കാം. അപ്പോൾ ഇങ്ങനെ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്